ഇതാണ് ഔട്ട്കം. ഇത് നല്ല രുചിയൊക്കെ ഉണ്ട്. കഴിച്ച് നോക്കിയാൽ പിന്നെ നന്നായി വെന്തിട്ടുണ്ട്. മാംസമൊക്കെ വിട്ട് പോരുന്ന പോലെ വെന്തിട്ടുണ്ട്. ഇതിൽ എല്ലൊക്കെ ഉണ്ട്. അപ്പോൾ മജയൊക്കെ കൂടുതലുള്ള നോക്കി കഷ്ണം നോക്കി വാങ്ങിയെടുത്തതാണ്. കേട്ടോ, ഇതൊരു സ്പെഷ്യൽ ഡിഷാണ്. ആദ്യം സവാള കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അത് ഒന്ന് ചിരിച്ചിട്ട്, അതായത് കുക്കറിലൊന്ന് ചിരിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കും. അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റാണ്. വെറുതെ സവാള വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കണം. അതായത് മിക്സിയിലിട്ടിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് ചിരിച്ചെടുക്കണം. ഇത് മട്ടൺ എല്ലോട് ചേർന്ന ഭാഗങ്ങൾ, അതായത് ബിരിയാണി കട്ട് വാങ്ങി. അപ്പോൾ നന്നായി വേവിച്ച് വരുമ്പോൾ നല്ല സ്വാദാണ്. ആദ്യം പച്ചക്കുരുമുളക് മിക്സിയിലടിച്ച് പൊടിയാക്കും. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പിലൊക്കെ ചേർക്കും കേട്ടോ. മട്ടണിൽ ഇത്തിരി ഉപ്പും പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണത്. അതുകൊണ്ട് മട്ടൺ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു 10 മിനിറ്റ് വയ്ക്കും. ഇത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മട്ടനാണ്. വളരെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് അടിച്ചാൽ മതി. ഇത് തണുക്കുമ്പോൾ അടയുടെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർക്കാനുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അരയ്ക്കാവും, അല്ലെങ്കിൽ ഇതുപോലെ തൂറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് കുറച്ച് പണി കൂടുതലായി. ഇതിന് ഒഴിക്കുക. സവാളയും അണ്ടിപ്പരിപ്പും കൂടെ മിക്സിയിലിട്ട് അടിച്ചത് മാരിനേറ്റ് ചെയ്ത ഇറച്ചിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഒരു 8 പ്രാവശ്യമൊക്കെ ചീറ്റിക്കും. അപ്പോൾ ഇതിൽ മജ്ജയൊക്കെ ഉള്ളതാണ്. മജ്ജയൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും. അതിന് മുന്നായിട്ട് ഒരല്പം മല്ലിപ്പൊടി, അതായത് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ, അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് മസാലയിൽ. ഇതാണ് ഔട്ട്കം. ഇത് നല്ല രുചിയൊക്കെ ഉണ്ട്. കഴിച്ച് നോക്കിയാൽ പിന്നെ നന്നായി വെന്തിട്ടുണ്ട്. മാംസമൊക്കെ വിട്ട് പോരുന്ന പോലെ വെന്തിട്ടുണ്ട്.